എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമുണ്ട്. പണ്ട് ഒരു 2016 ഇറ്റലിയിലെ അസീസിയിൽ ലോക സമാധാന സമ്മേളനം നടക്കുകയാണ്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയും അതേപോലെ എല്ലാ ലോകരാഷ്ട്ര നേതാക്കന്മാരും വരുന്ന ഒരു സമ്മേളനം. അപ്പോൾ ഇവിടെ നിന്ന് അന്നത്തെ പ്രൊവിൻഷ്യൽ അച്ഛൻ എന്നോടും പോകാൻ പറഞ്ഞു. ഞാൻ വലിയ ആളായതുകൊണ്ടല്ല, ഒരാൾ പങ്കെടുക്കണം അതുകൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇറ്റലിയിലെ അസീസിയിലെത്തി. അപ്പം ഞങ്ങളുടെ തന്നെ ഒരു അച്ഛനുമുണ്ട് കൂടെ. അപ്പോൾ ഇറ്റാലിയൻ പ്രസിഡന്റ് പങ്കെടുത്ത് പ്രസംഗിക്കുന്ന ഒരു സമ്മേളനത്തിലേക്കാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. വലിയ ഒരു സദസ്സാണ്. ഞങ്ങൾ അവിടെ ചെന്ന് സീറ്റൊക്കെ പിടിച്ച് നേരത്തെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത് നീണ്ട ഉടുപ്പൊക്കെ ഇട്ട്, കറുത്ത ഉടുപ്പിട്ട 2 പേർ വന്നിരുന്നു. അതിൽ അവർക്ക് നല്ല നീളമുള്ള താടിയുണ്ട്, പക്ഷെ മീശയില്ല. അപ്പം തന്നെ നമുക്കറിയാം ഇത് എങ്ങനെയുള്ളവരാണ്, ഏത് രാജ്യക്കാരാണ് എന്നുള്ളതറിയാം. അപ്പോൾ ഞങ്ങളുടെ അടുത്തിരുന്നു. ഞങ്ങളെ അവർ ശ്രദ്ധിച്ച് നോക്കി. ഞങ്ങളും ഈ കറുത്ത ഉടുപ്പും ഒരു കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. കുറേ നേരം സൂക്ഷിച്ച് നോക്കിയിട്ട് അവർ ഞങ്ങളോട് ചോദിച്ചു, ഇന്ത്യൻ? ഞങ്ങൾ പറഞ്ഞു അതെ, ഇന്ത്യക്കാരാണ്. ക്രിസ്ത്യൻ? ക്രിസ്ത്യാനിയാണോ എന്നുള്ളതാണ് ചോദിച്ചത്. ഞങ്ങൾ പറഞ്ഞു അതെ. കാത്തലിക്? ഞങ്ങൾ പറഞ്ഞു അതെ. പിന്നെ അവർ ചാടി എഴുന്നേറ്റ് 2 കസേര അപ്പുറത്ത് പോയിരുന്നു. എൻ്റെ സമാധാനം പോയി. ലോക സമാധാന സമ്മേളനത്തിന് വന്നവരാണ്, പക്ഷേ അടുത്തിരിക്കുന്നവൻ ക്രിസ്ത്യാനിയാണെന്നും കത്തോലിക്കനാണെന്നും ഇന്ത്യക്കാരനാണെന്നും അറിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പിന്നെ അപ്പോഴത്തേക്ക് ഉള്ളിലെ ഈ സംഘർഷം കയറി വന്നു. പിന്നെ അവരെന്ത് ചെയ്തു? 2 കസേര അപ്പുറത്ത് മാറിയിരുന്നു. എനിക്കാകെപ്പാടെ അസ്വസ്ഥതയായി. നമ്മൾ മനസ്സിലാക്കണം, ഈ അടുത്തിരിക്കുന്നവൻ നരകമാണ് എന്ന് നമ്മൾ എപ്പോൾ വിചാരിക്കുന്നുവോ അപ്പോൾ തുടങ്ങും നമ്മൾ നരകമാകാൻ എന്ന കാര്യം മറക്കരുത്.